ആ കല്ലുമ്പോ കൂടെ അങ്ങനെ കേറി ചെള്ള തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമുള്ളൂ. എന്താ? അജ്മൽ. അപ്പൊ ഇന്ന് രണ്ടാളുണ്ട് കേട്ടോ കാർ അടിക്കാൻ. ഒന്ന് സഹീറും അതേമാതിരി അജ്മലും. അജ്മലേ സെറ്റ് ആക്കൂലെന്ന്? ആദ്യം നമ്മള് റോട്ടിക്ക് ഇറക്കണില്ല, കാരണം ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അന്ന് ടച്ച് വിട്ടതാണ്. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഇങ്ങോട്ട് കാട്ടി ഞാൻ പറയട്ടെ. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് തന്നെ റോട്ടിക്ക് എടുത്താല് അതിനായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ചെമ്പറമ്പ്. അവിടേക്ക് വന്നിട്ട് മൊത്തം ഒന്ന് പഠിച്ചിട്ട് പിന്നെ അടുത്ത ദിവസങ്ങളിൽ റോട്ടിക്ക് ഇറക്കാനുള്ളൊരു മൈൻഡാണ്. ഷെയർ ഉണ്ട് എന്നെ പ്രോ ആയിട്ട് പഠിച്ചോണ്ട് ഇനിയിപ്പോ ഒന്നുകൂടി ഒന്ന് ഇട്ടിട്ട് ഞങ്ങള് വിഷ്വല് കാണിട്ടോ. എനിക്ക് ടൈറ്റ് തോന്നുന്നുണ്ട്. ശരി, എന്റെ അനുഭവിച്ച് പറഞ്ഞോ. അങ്ങനെ വണ്ടി ഇങ്ങനെ ഓഫാണ്. ക്ലച്ച് കൂടുമ്പോ ആക്സിലേറ്റർ ഔട്ടാന്ന് എന്നോട് പറഞ്ഞല്ലേ? മറക്കുണ്ടോ? ലൈസൻസിന് ഔട്ടേ മലപ്പുറത്തെ കാരണവല വണ്ടിയെല്ലാം ഉണ്ടാകാ വിട്ടോനെ. ചേറേ പോണ്ടോ? മെല്ലെ മെല്ലെ എടുത്തു പോട്ടെ. ഈ വിട്ട സാധനത്തിന് പഠിപ്പിച്ചുമ്പോഴേക്കും മെച്ചം കൂടുന്ന ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് തൊണ്ടോട്ട് അറിയില്ലല്ലോ. എടാ ഒട്ടുമിക്ക ആൾക്കാരും പ്രശ്നത്താറ് ലൈസൻസ് ഉണ്ട്, സൈർ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പഴയ ബ്ലോഗ് കണ്ടിട്ട് സൈറിനെ കുറെ ആൾക്കാർ കളിയാക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇനി അങ്ങനത്തെ ഒരു കളിയാക്കി സൈറിന് കുറെ എൻക്വയറി വന്നേ പഠിപ്പിച്ചു ചോദിച്ചാണ്ട് അപ്പൊ എന്താന്ന് വെച്ചാല് സൈർ പൂച്ചാറായിട്ട് ഓട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് എടുത്തിറങ്ങല്ലേ നീ വണ്ടി മെല്ലെ 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 റെഡി അമ്മേ അങ്ങനെ പോലെ ലൂക്കന്റെ ഒരു ചെറു സഹായം എനിക്ക് വേണ്ടി വരും. സെറ്റാക്കാം. ഭക്ഷണം മേടിച്ചാൽ മതി. ഇന്നത്തെ ഭക്ഷണം വെച്ച് വിശക്കുണ്ട്. അപ്പുറത്ത് കൂടെ ഗൈസ് അപ്പുറത്ത് കൂടെ സ്വിഫ്റ്റ് പോയപ്പോ ആകെ ചർച്ചി അവര് പെണ്ണെ എടുത്തു സാധ്യമല പെരിഞ്ചെറി നമ്മളെല്ലാരും അടിപൊളിയായിട്ട് ഓട്ടൂലേ? അത്രേ ഉള്ളൂ. അതിനല്ല നമ്മള് വന്നത്. അതെ, ഒന്നും പഠിക്കാതെ പോകില്ലല്ലോ. നമ്മള് ഒരാഴ്ച ഫുള്ള് തന്നെ എണ്ണടിക്കാ വണ്ടി ഓടിക്കാ വണ്ടി പഠിക്കാം. ഇത്ര ഉഷാറാക്കി സൈർ വണ്ടി ഓടിക്കും ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. ചങ്ങായിനെ കൊണ്ട് മനസ്സിലാ കുടുങ്ങിയല്ലോ. അപ്പൊ ഏതായാലും സൈർ ഇപ്പൊ ഒരു വണ്ടി ഓടിക്കാൻ ഒരു അരമണിക്കൂറോളായി. അപ്പൊ നമ്മള് അജ്മലിനെ കയറ്റാണ് വണ്ടിക്ക്. അപ്പൊ ഇനി കുറച്ച് വിട്ട വീഡിയോ കാണാം, കുറച്ച് കോമഡി കാണാം. കറക്റ്റ് ഭയങ്കര ഹിറ്റായിരിക്കും അജ്മൽ വണ്ടി ഓടിക്കണം അല്ലേ അജ്മലെ? അപ്പൊ ആ വിഷയം കാണട്ടോ. അപ്പൊ നമ്മള് സൈർ ഇറങ്ങി നമ്മൾ അജ്മല് കേറാണ്. കേറ് അനക്കെന്താ പറയാളെ? അതായിരുന്നു വിട്ടോ വെറും പേപ്പറാട്ടോ നോക്കിയോളി. പിന്നെ ഇത് കാറാണ് അജ്മൽ. അതിലാണോ ഇതാണ് സീറ്റ് ബെൽറ്റ്. ഇനിയെന്താ വണ്ടി ചേട്ടാ വണ്ടി ഓണായി ക്ലച്ചും ബ്രേക്കും മുടിച്ചിട്ട് ഫസ്റ്റ് ഇടാ. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഫസ്റ്റ് ഇട്ടിട്ട് മതി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. താത്ത് ഇന്ന് ചടക്കുട്ടടി ഞങ്ങക്ക് ഫസ്റ്റ് കണ്ടിട്ട് എങ്ങനെ കാക്ക ഡ്രിഫ്റ്റ് ചെയ്യാൻ പോട്ടെ വണ്ടി പോട്ടെ. നോക്കരുത് വേണ്ട നോക്കിയത് എക്സ്ട്രാ നോക്കരുത്. മത്തായി ഇതാ വരുന്നേ പോട്ടെ. അതെടുത്ത് പോകണ്ടല്ലോ. അത് മുണ്ടാകെ സ്റ്റക്കായോ? അജ്മല് സീനിട്ടോ. ശ്രദ്ധ മാറി. ഈ കുണ്ടുക എങ്ങനെ ഇറക്കാം? ക്ലച്ച് ബ്രേക്ക് കാട്ടുകല്ല മെല്ലെ മെല്ലെ ക്ലച്ച് പിടിച്ചാലേ ആ വണ്ടി നിക്കുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. ഇപ്പോ ഇത് ക്ലച്ച് വിടുമ്പോ ഉടനെ എന്താണ് ബ്രേക്ക് പിടിച്ചാണ്, അതിന്റെ ആവശ്യമില്ല. കുറച്ച് മൂവ് ആക്കുക. പിന്നെ ഞാൻ പറഞ്ഞു വളവ് കാണുമ്പോ അവിടെ തിരിച്ചാൽ നിൽക്കരുത്, അതിന്റെ കുറച്ച് മുമ്പ് നേരെ വരുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഈ തിരിച്ച സാധനം നേരാക്കണം.
അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയി തട്ടും മനസ്സിലായോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ഇതിൽ തന്നെ വരണം അല്ലേ? അതിൽ തന്നെ വരണം. പോട്ടെ, വണ്ടി പോട്ടെ. ഈ കാട്ടുകൂടെ പോയത് അയിമ കൂടെ കേറുമ്പോ നോക്ക്, മെല്ലെ 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 മെല്ലെ. ഞാൻ പറഞ്ഞത് ക്ലച്ച് പിടി. വണ്ടി നിക്കുകയാണെങ്കിൽ ക്ലച്ച് ഫുള്ള് പിടിച്ചാൽ ആ വിഷയമൊന്നുമില്ല. ഏയ് ഈ രണ്ട് ഇതൊരു ഹമ്പാന്ന് കൂട്ടിക്കോ. ഇത് രണ്ടും എങ്ങനെ എടുക്കാം? ബ്രേക്ക്, ആക്സിലേറ്റർ. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ ആക്സിലേറ്റർ ചവിട്ടണം. മെല്ലെ മെല്ലെ, അത് മെല്ലെ കട്ടിങ് മെല്ലെ എടുക്ക്. ആക്സിലേറ്റർ ചവിട്ടിയാലേ അങ്ങോട്ട് പോവുള്ളൂ. ഞാൻ എന്റെ കാൽമക്കാ നോക്കണേ. ഇതിലെ പോട്ടെ. ഇതിൽ കയറ്റി മെല്ലെ. ഇവിടെ എത്തുമ്പോ ബ്രേക്ക് കൂടി ഇങ്ങോട്ട് കേട്ടോ. ആ കുണ്ട് വലിയ കുണ്ടാണ്. വലിയ കുണ്ടാക്കുമ്പോ മെല്ലെ മെല്ലെ പ്ലേ ചെയ്ത് മാത്രം കേട്ടോ. പ്ലേ ബ്രേക്ക് പിടിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തിരിച്ചു മെല്ലെ 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 മെല്ലെ. ആക്സിലേറ്റർ ബ്രേക്കിന്റെ ആവശ്യം കഴിഞ്ഞാൽ ബ്രേക്ക് വിടണം കേട്ടോ. ഇങ്ങോട്ട് എടുത്തോ. ബ്രേക്കിന്റെ ആവശ്യം കഴിഞ്ഞാൽ ബ്രേക്ക് വിടണം കേട്ടോ. നേരാക്ക്. എന്റെ വളവിന്റെ കാര്യം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യരുത്, അത് അവിടെ പിടിച്ചിരിക്കരുത്. ഇങ്ങോട്ട് വളച്ച് കഴിഞ്ഞാൽ ഇങ്ങടെ നേരാക്കണം കേട്ടോ. വളച്ച് കഴിഞ്ഞ് നേരാക്ക്. ഇപ്പൊ കിട്ടിയോ? ഇങ്ങോട്ടനെ വളക്ക്. ഇങ്ങോട്ടനെ വളക്ക്. ഞാൻ പറഞ്ഞതാ. ആക്സിലേറ്റർ മെല്ലെ മെല്ലെ ചവിട്ടി. വളവിന്റെ ആവശ്യം കഴിഞ്ഞ് ഇങ്ങടെ നേരെ തിരി. നേരാക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞേ. ടെൻഷൻ അടിക്കല്ലേ, ടെൻഷൻ അടിക്കല്ലേ. ക്ലച്ച് ഫുള്ള് ചവിട്ടുക. ബ്രേക്ക് മാത്രം താങ്ങി ഇങ്ങനെ പോവാ. മനസ്സിലായോ? പോട്ടെ. ആക്സിലേറ്റർ ചവിട്ടിയില്ല വണ്ടി നീങ്ങുള്ളൂ. പോട്ടെ. ഇനി ബ്രേക്കുമ്പോൾ മാത്രമുള്ള കളിച്ചോ. ബ്രേക്കുമ്പോൾ മാത്രം ചവിട്ടില്ല. അങ്ങനെ പോട്ടെ. അങ്ങനെയാണ് ബ്രേക്ക് പിടിച്ചണ്ടി. ചവിട്ടി അങ്ങനെ പോട്ടെ. അതാണ് റെഡി ആയിരുന്നില്ലേ? ഇനി അങ്ങനെ ഇങ്ങോട്ട് തിരി. സ്റ്റിയറിംഗാണ് വേഗം. ക്ലച്ച് ഫുള്ള് ചവിട്ടാത്തോണ്ടാണ് ആ ഒരു ജർക്കിങ് വരുന്നത്. ക്ലച്ച് ഫുള്ള് ചവിട്ട്. അപ്പൊ വണ്ടി പറിച്ചാ ഇതാണ് ന്യൂട്രൽ. അതാണ് ന്യൂട്രൽ. അങ്ങനെ വൃത്തിയിട്ടുണ്ടോ? പഠിക്കാനുണ്ടോ? കോട്ടം കൈയുണ്ട്. വണ്ടി ചാട്ടാ കളിയാ. എന്നാലേ വണ്ടി പോവാ. ആലോചിക്കണേ കഥകളെ കേട്ടോ. ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്യാ? ബ്രേക്ക് തൊട്ടില്ല. അതിന് വണ്ടി അങ്ങ് മൂവ് ആവും. മനസ്സിലായോ? പോട്ടെ. ആദ്യം ആക്സിലേറ്റർ ജസ്റ്റ് ചവിട്ടോട്ട് മെല്ലെ. ആക്സിലേറ്റർ തൊട്ടിയില്ല. അല്ലേ ബ്രേക്ക് കിട്ടൂല. ബ്രേക്ക് ജസ്റ്റ് പ്ലേ മാത്രം മതി. ആക്സിലേറ്റർ ജസ്റ്റ് ചവിട്ടി വിടുക. അത് എന്താ വെച്ചാൽ വണ്ടി മൂവ് ആവാൻ വേണ്ടിട്ടാ. ഇതൊക്കെ കല്ലാണ്. ഇതിമേ കൂടെ മെല്ലെ മെല്ലെ എടുക്കാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് പോട്ടെ. ലെഫ്റ്റ് പോട്ടെ. മെല്ലെ പ്ലേ. ഇനി ആക്സിലേറ്റർ മെല്ലെ കാലക്ക്. ആക്സിലേറ്റർ പോട്ടെ. മെല്ലെ ഇങ്ങോട്ട് തിരി. കല്ലുമ്പോ കൂടെ കയറ്റല്ലേ. ഇതാ വരുന്നേ. സൈറൊക്കെ കേളി പോയി കുത്തിറക്കണേ. ഞാൻ ഫസ്റ്റ് തന്നെ അജ്മൽ പേപ്പറാവും വിചാരിച്ചിനി. പേപ്പറിനായിട്ട് വലിയ പേപ്പർ. ഇത് പേപ്പർമെന്നൊക്കെ വിട്ടണേ. ഒരു പ്രശ്നമില്ലെങ്കിൽ ഓട്ടുണ്ടേ. ബ്ലോഗ് എത്തുവോ? അപ്പൊ ഗൈസ് വണ്ടി പഠിക്കാത്തവരൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വളവ് കഴിഞ്ഞാൽ നേരാക്കിയില്ലെങ്കിൽ വണ്ടി ആ രീതിയിലും പോകും. അല്ലാ മെല്ലെ ആക്സിലേറ്റർ ക്ലച്ച് വിട്ട് ആക്സിലേറ്റർ ചവിട്ടളിയാ. ആ കാറിപ്പം കേട്ടോ 8ന്റെ പണിയൊക്കെ ഉപ്പാതായിരുന്നു. ഇനി വേ ലെഫ്റ്റ് എടുത്തോ. അല്ലെങ്കിൽ എന്റെ വണ്ടിമേ വേറെ ഒരു നല്ല എത്തുണ്ടാവില്ല. ഇങ്ങോട്ട് ആ ഗ്യാപ്പ് കൂടെ പോട്ടെ. ഷെയറിംഗ് ലെവലാണ്ടല്ലേ? പിന്നെ ഒന്ന് ലെവലാക്കൂല നമ്മള്. തിരി എനിക്ക് വിചാരിച്ചാനായിട്ട് അല്ല ഉഷാറായിട്ട് ഓട്ടായിട്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ഇത് കുറച്ച് പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോ തൊട്ടില്ലല്ലോ. അങ്ങനല്ല, ഫസ്റ്റ് ഗിയറാണ് പോണെങ്കിലും കൂടി ഒന്നോട്ടൊക്കെ ഒന്ന് ഓട്ടാൻ കഴിയുന്നുണ്ട്. എങ്ങോട്ടെങ്കിൽ വിട്. പോസ്റ്റ് നേരെ എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് കിട്ടോ. ആ കാറിന്റെ അടുത്തുനിന്ന് വല്ല വിട്ടോ. ഞാൻ പറഞ്ഞു വളവ് കഴിഞ്ഞാൽ നേരാക്കണം. ഏട്ടാ ഈ തേങ്ങ പോണേ
സൈറിനൊക്കെ എന്റെ എന്നിട്ട് ചീത്ത ചില്ലറൊന്നും അല്ലേ. അപ്പൊ ഗായ്സ് നമ്മൾ അജ്മൽ മുന്നേറുകയാണ്. എല്ലാവരും കൈ കൊട്ടി പ്രോത്സാഹിപ്പിക്കും. സ്റ്റൈലൻ ശരിയാ. അയ്യോ പേപ്പറല്ലോ ഷെയറിനെ പഠിപ്പിച്ച അത്ര തന്നെ ഇതാക്കാൻ തോന്നുന്നു കയ്യില്ലല്ലോ. എല്ലാരുണ്ട് ഈ വിട്ട വർത്താനം പറ ചക്ക വണ്ടി ഓട്ടിയാ അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ അങ്ങനെ തിരണം കേട്ടോ. വലത്തോട്ട് തിരണം. അത് എങ്ങനെയാ പറഞ്ഞു കുറച്ച് ഇങ്ങോട്ട് എടുക്കുക. അങ്ങോട്ട് ഇങ്ങനെ വീശി വളക്കുക. വളച്ചോട് വളച്ചു തുടങ്ങിയാലേ അവിടെ എത്തുള്ളൂ. ഫുള്ള് വളക്കല്ലേ. ആ ഇനി വല്ല വല്ല വളക്ക്. അത് കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞ നേരാക്ക്. കിട്ടിയോ? ആ കല്ലുമോട് കയറാൻ പാടില്ല. കേറി ഇന്റെ അമ്മേ വിടലേ. ഇങ്ങോട്ട് വിട്. ഇത്ര ഗ്യാപ്പ് ഉണ്ടായിട്ട് അതില് കയറേണ്ട ആവശ്യം. ഓട്ടെ ഇതിലോട്ടെ. ഈ കല്ലിന്റെ ഇതിലേന്നാ ഞാനോട് പറഞ്ഞു. അത് പോട്ടെ. ഇനി ഇതിലെ പോട്ടെ. പറഞ്ഞത് എങ്ങനെ അപ്പൊ ഗായ്സ് കൊട്ടാക്കോറ കയറിയിട്ടുണ്ട്. ഇനി കോട്ടയുടെ മാസ്മരിക പിന്നെ റോട്ടുമ്മക്ക് പോട്ടെ കേട്ടോ. എന്താ പറയാനുള്ള എന്താ വെച്ചാല് കുഴപ്പമൊന്നുമില്ല. റോട്ടുമ്മക്ക് പോട്ടെ. എത്തിനാ റോട്ടിഞ്ചത്തിനാണ് സൈർ സീന. ഓ ചന്ദ്രൻ തിരി എത്തൊക്കെ വണ്ടി എത്തിനാക്കണം. വണ്ടി വിട്ടാ വണ്ടി വിട്ടാ എന്താ അജ്മല ഊറ്റാറോ ഡ്രൈവിസിരുന്നാണ് ഇറങ്ങിയപ്പോളെ പേപ്പറിന്റെ പേപ്പർ ഷീറ്റ് ഞാൻ അത്ര പേപ്പറൊന്നും ഹാൻഡ് ബ്രേക്ക് താത്തങ്ങ കുഞ്ഞാണിയെ വണ്ടി എടുക്കണ്ട കഴിഞ്ഞാലോ ഹാൻഡ് ബ്രേക്ക് ഫസ്റ്റ് കിട്ടിട്ട് വണ്ടിയുടെ ബാക്ക് കൂടെ പോട്ടെ. ഫസ്റ്റ് സെറ്റായിട്ടോ. സൈറിന് നോക്കണ്ട. സൈറിന് പൊട്ടിച്ചാ കിട്ടണം. ഇനി പെരും ഫാസ്റ്റേക്കും ചേരാ 100 പൊട്ട്. അപ്പൊ എണ്ണുവാണ് അല്ലേ. ഇവിടെ ഡയലി ഇങ്ങനെ ഓരോരുത്തർ വരും. ഇവിടെ ഡയലി ഓരോരുത്തർ ഇങ്ങനെ വരും പഠിക്കാൻ. ഇവിടെ എല്ലാരും വരും. അനീനെ കൂടുതൽ അടിച്ച് ആണോ? അനീനെ ഫസ്റ്റ് ഇവിടെ അടുപ്പിച്ചിന്. ഞങ്ങളും പറയും. ഞാനും ഞാൻ ഇവിടെ നല്ല അടിച്ച്. അടിച്ചേ ഞാൻ ഇവിടുന്ന് വക്കായില്ലേ ഇപ്പൊ. ഓനെ വേചാറില്ല. എനിക്കാ വേചാറ്. എന്താ അജ്മലൊക്കെ നോക്കിയപ്പോ ഇവിടെ പോയി മേലെ കൂടെ പറക്കല്. മെല്ലെ മെല്ലെ പോട്ടെ. മെല്ലെ മെല്ലെ പോട്ടെ. അതൊക്കെ നീ പറഞ്ഞാണ് മനസ്സിലായില്ലേ. നമ്മള് ഫസ്റ്റ് പഠിക്കല്ലേ. നമ്മളിപ്പോ കാറ് കൊറേ ഓട്ടിയാല് അല്ലേ ഇവിടുന്ന് അങ്ങനെ എടുക്കല്ലേ അറിയില്ലേ. ഓ കീരി പോണോക്കടാ. ഇവിടെ 2 കുടിച്ചല്ലേ. ഉണ്ടോ? ഓക്കെ 2 തകട ചേര മെല്ലെ മെല്ലെ പ്ലേ പ്ലേ. ചേരേ നമ്മള് ഇനി നൈറ്റ് ഒന്ന് ഇറങ്ങി നോക്കണ്ട ഒരു ദിവസം. നാളെ ഇറങ്ങിയാലോ നൈറ്റ്. ഗായ്സ് അപ്പൊ സൈറ് റോട്ടുമ്മക്ക് ഇറക്കി നല്ല സ്പീഡിലാണ്. ചേരേ അപ്പൊ ആലോചിച്ചിട്ടുണ്ട് നമുക്കേ അടുത്തൊരു പ്രോഗ്രാം ഇപ്പൊ അടുത്ത് കിട്ടുകയാണെങ്കിൽ അതിനൊരു വണ്ടി ഇറക്കിയാലോ. എന്നാൽ പഠിത്തവും ആവും ഇതും നടക്കും. പ്രോഗ്രാമിനൊരു വണ്ടിയാവും. ഓവർ കോൺഫിഡൻസ് ഗീർ മാറൂല. ആർക്ക് സിസ്റ്റം കിട്ടിയില്ല. ഇതിന് പല ഭാഗത്തുനിന്ന് ആൾക്കാർ വണ്ടിമ കൊണ്ടുവരും. അതെ സംഭവം മണ്ടന്മാർ 2 പഠിച്ചിന്. എന്നാലും എന്തൊക്കെ ഒരു മന്ദപ്പ് കളിയാ പൊട്ടന്മാർക്ക്. എന്റെ മോനെ കൊട്ട ഇറച്ചിക്കൊട്ട. അപ്പൊ ഇന്നെ വണ്ടി കയറ്റിയിട്ടുണ്ട് 2 അപ്പൊ എന്നോട് സംഭവം വീണ്ടും കൊട്ട വീണ്ടും പേപ്പറായി. ഞാൻ വണ്ടി ആള് സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാണ് സംഭവം സെറ്റില്ലേ. ഏതാ കർവിങ് ഒക്കെ അന്റെ നാട്ടിൽ വിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അപ്പ പഠിപ്പിച്ചാ ഞാൻ മണ്ടനായില്ലേ. അന്റെ നാട്ടിൽ ഓട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയി സൈറ് സീന്. അപ്പൊ ഞാൻ ഒരു സൈറിനെ കുറ്റം പറയാൻ നിൽക്കരുത്. കാരണം ഉഷാറാക്കി പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സ്വിഫ്റ്റ് വരെ കൊണ്ടുവരും.
വെറുതെ അപ്പൊ ഈ വിട്ട് അജ്മൽ പിന്നെയും കേറിയിട്ടുണ്ട്. അജ്മലേ ഇതിൽ ഓക്കെ ആക്കിയില്ലെങ്കിൽ എന്നെ തെറ്റ കടിച്ചിട്ട് ഞാൻ സൈറപ്പോ 100% വണ്ടി കോട്ടി ഫുൾ 100 100ആയില്ല 98 രണ്ടാമൂടി വണ്ടി ഓഫ് ആകാൻ പ്രശ്നങ്ങളൂടി സാധനം ക്വാളിറ്റി കുറേ ഒപ്പടാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറയട്ടോ. അജ്മലേ ഇനി പേപ്പറായ ചെള്ള ഞാൻ പൊളിച്ചിട്ടോ. ഞാനുണ്ടോ പഠിച്ചാൽ അത് വേണ്ട. സ്റ്റക്കായി. അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് വണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്, ഏകദേശം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അത് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായിനോ? ഞാൻ പറഞ്ഞ എനിക്ക് കാര്യം ഉണ്ടായിനോ? നല്ല കാര്യം നല്ല കാര്യം. ഓക്കെ. അപ്പൊ ഫുഡ് എന്തായാലും ഇജും ഇവനും കൂടി മയ്യാറ് എനിക്ക്. നമുക്ക് ടാക്കോസ് നല്ല ഷവായും 300 തീരും അല്ലേ? പൈസ തന്നെ നോക്കല്ലേ ജയ്. അങ്ങോട്ട് വരില്ല ചോനെ ഔടൊക്കെ വേണ്ടി ഇവിടുന്നേ കുണ്ടാട്ടോ നോക്കി. അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതിനെ കാട്ടി കുറച്ചും കൂടി ഉഷാറാണ്. സൈറും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനത്തെ പറയണ്ടെന്ന് വെച്ചാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ കാർ പഠിക്കാത്തവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യില്ല സൈറെ. ഇനി സൈറിനെ അജ്മലിനെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ച് കാണാം. ബൈ.